Hi friends, നമസ്കാരം. എല്ലാവർക്കും ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയർലെസ് ഫേസ് ടെസ്റ്റർ ആണ് നിർമ്മിക്കുന്നത്. 25 രൂപയ്ക്ക് ഇത് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഉപയോഗം വയർലെസ് ആയിട്ട് നമുക്ക് ഫേസ് സപ്ലൈ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വയറിന്റെ പുറത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മതി ഈ ഒരു ടെസ്റ്റർ. ഇതിന്റെ മെയിൻ ഉപയോഗം നീളം കൂടിയ ഒരു വയറിൽ എവിടെയെങ്കിലും വയർ കട്ടായിട്ടുണ്ടെങ്കിൽ എവിടെ സപ്ലൈ എത്തുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് വയർ കട്ടായത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഫേസ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു LED വേണം. എന്ത് കളറായാലും കുഴപ്പമില്ല. നമ്മുടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് BC 547 ട്രാൻസിസ്റ്റർ വേണം. 547 പകരം 557 ഉപയോഗിക്കാം. BC 547. പിന്നെ ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി വേണം. ഇത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് 3 വോൾട്ട് മുതൽ 9 വോൾട്ട് വരെയുള്ള ഏത് ബാറ്ററി വേണമെങ്കിലും നമുക്ക് ഇതിന് ഈ ഒരു സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ 3.7 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തു. പിന്നെ ഒരു സിറിഞ്ച് വേണം. ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ഇതിന് 20 രൂപക്ക് നമുക്ക് ലഭിക്കും. ഇത് 20 ml സിറിഞ്ചാണ്. ഇത് 20 രൂപയാണ് ഇതിന് വരുന്ന പ്രൈസ്. ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത് ഇതുപോലെ ബാറ്ററി സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററി ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് പോകും. ബാക്കി ഭാഗത്ത് നമുക്ക് സർക്യൂട്ടും ഇതിൽ ഉൾപ്പെടുത്താം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിന് സർക്യൂട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. 2 ട്രാൻസിസ്റ്റർ, ഒരു LED, ഒരു ബാറ്ററി. വളരെ കുറച്ച് കോമ്പണൻസ് മാത്രമേ ഈ സർക്യൂട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. 2 ട്രാൻസിസ്റ്ററും ഒരു LEDയും ഒരു ബാറ്ററിയും. LEDയുടെ നീളം കൂടിയ ലെഗ്, LEDയുടെ നീളം കൂടിയ കാല് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കണക്ഷൻ കൊടുക്കാം. 3 വോൾട്ടിൻ്റെ ബാറ്ററി മുതൽ 9 വോൾട്ട് വരെയുള്ള ബാറ്ററി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമീറ്ററിൽ നിന്ന് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്യണം. ഞാനിവിടെ അത് പിരിച്ച് കണക്ട് ചെയ്യുന്നു ലെഗുകൾ തമ്മിൽ. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് നടുക്കത്തെ പിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കുന്നു, ബാക്ക് സൈഡിലേക്ക് മടക്കി വെക്കുന്നു. അതാണ് നമ്മൾ ഏരിയലായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് പിന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലും ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിൽ പോസിറ്റീവും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിൽ നെഗറ്റീവും ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഇതൊന്ന് സോൾഡർ ചെയ്യുന്നു. LED നീളം കൂടിയ ലെഗ് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവും. അതേ രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുക്കണം. അതിൽ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിൽ നിന്നാണ് പോസിറ്റീവ് LED പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ അവിടെ കണക്ഷൻ കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിൽ നിന്നും LED നെഗറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. സോൾഡർ ചെയ്തിട്ട് ബാക്കി വേണ്ടാത്തത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്ന് കണക്ട് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പോസിറ്റീവ് സപ്ലൈ കൊടുക്കണം. അത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിൽ നിന്ന്, ഒന്നാമത്തെ പിന്ന് എന്ന് പറഞ്ഞാൽ കളക്ടർ പിന്ന്, ആ പിന്നിലേക്ക് ഒരു ചെറിയ വയറിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു.
നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സിറിഞ്ചിൽ ഈ നീഡിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ എൻഡിൽ ഷാർപ്പാണ്. നമ്മളത് പ്ലെയർ ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് കളയുന്നു. അല്ലെങ്കിൽ ഇനി ഇത് ഈ പിന്നിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മളെ ടെസ്റ്റ് പിന്നിലേക്ക് ഈ നീഡിൽ കണക്ട് ചെയ്യുന്നു, സോൾഡറിങ് ചെയ്ത് പിടിപ്പിക്കുന്നു. നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സിറിഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട്, വയർലെസ് ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കവർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം. ഇത് നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്ററായിട്ടും ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമ്മുടെ കൈകൾ വേണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കണ്ടിന്യൂറ്റി ടെസ്റ്ററായിട്ട്. നമുക്ക് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോൾഡറിങ് അയണാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫേസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. LED വർക്കാവുന്നുണ്ട്, നമ്മൾ വയർലെസ് ടെസ്റ്റർ വർക്കാവുന്നുണ്ട്. നമുക്കിതൊരു വയറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഫേസും ന്യൂട്രലും ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫേസിൽ നമുക്ക് ഈ ഒരു വയർലെസ് ടെസ്റ്റർ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് LED കത്തുന്നുണ്ട്, വയർലെസ് ടെസ്റ്റർ വർക്കാവുന്നുണ്ട്. ഞാനിവിടെ വെച്ചിട്ട് വയർ കട്ട് ചെയ്യുന്നു. കുറച്ച് ദൂരം ഒരു 1/2 മീറ്റർ വെച്ചിട്ട് വയർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുവരെ മാത്രമേ ഫേസ് സപ്ലൈ പോകുന്നുള്ളൂ. അതിനുശേഷം ഫേസ് വയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ന്യൂട്രലിൽ ലൈറ്റ് വർക്കാവുന്നില്ല. വയർലെസ് ടെസ്റ്റർ ഫേസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ വെച്ചിട്ട് ഫേസ് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫേസ് കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എൻഡിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എൻഡിൽ നോക്കുമ്പോഴത്തേന് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് സ്വിച്ചിലൊക്കെ നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം. ഫേസ് വരുന്ന സ്വിച്ചിൽ നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം. 3 പിൻ പ്ലഗ് ടോപ്പിൽ ഇതുപോലെ ഫേസ് വരുന്ന എവിടെ മാത്രമേ LED വർക്ക് ചെയ്യുള്ളൂ. ഇതിപ്പം വയറിൽ ഫേസ് ഉണ്ട്, അതുകൊണ്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.